എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, കിണ്ണ സാധനം. ഒരു വേറൊരു ബാഹുബലിയായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു ഇന്ത്യൻ അപ്പോക്കലിപ്റ്റോ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് ഒരു ഗൂസ് ബംപ്സ് തരുന്ന സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. കൊട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് വരുന്നൊരു പ്രകമ്പനം ഉണ്ടല്ലോ, തുള്ളും. ഫസ്റ്റ് വേറെ ലെവല്, ഇത് അത്രയൊന്നും ഇല്ല. വെൽക്കം ബാക്ക്. വലിയ പ്രതീക്ഷയിൽ വന്ന പാൻ ഇന്ത്യൻ സിനിമകളെല്ലാം നിരാശ സമ്മാനിച്ച ഈ വർഷം തുടർച്ചയായ അപകടങ്ങളും മരണങ്ങളും എല്ലാം അതിജീവിച്ച് കന്നഡയിൽ നിന്നും ഒരു പാൻ ഇന്ത്യൻ സിനിമ ഫൈനലി റിലീസിനെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ കാന്താര ശാപം ഇതോടെ അവസാനിക്കുമോ എന്ന് കാന്താര പ്രീക്കൽ എ ലെജൻഡ് ചാപ്റ്റർ 1 കണ്ടിറങ്ങിയോട് ചോദിച്ചു നോക്കാം. അപ്പോൾ കാന്താര കാണാൻ പോകുന്നവരൊക്കെ നിങ്ങളുടെ ഹൈ പോയിന്റ്സ് ഒക്കെ ഇട്ടേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നേരെ കാന്താര റിവ്യൂലേക്ക്. ലൈക്ക് ഫസ്റ്റ് ഹാഫ് നല്ല ബോറായിരുന്നു കേട്ടോ. ആക്ച്വലി കുറേ ലാഗ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളി. നമ്മൾ ആസ് എ കാന്താര ഫസ്റ്റ് പേഴ്സൺ ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനങ്ങളെല്ലാം സെക്കൻഡ് ഹാഫ് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. സെക്കൻഡ് ഹാഫ് പക്ക തിയേറ്റർ മെറ്റീരിയൽ ആണ്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഫസ്റ്റ് ഹാഫ് ലിറ്റിൽ ബിറ്റ് ലാഗിങ്, ബട്ട് ദാറ്റ് അതിന്റെ എല്ലാ കുറവ് നികത്തിക്കൊണ്ട് ഋഷഭ് ഷെട്ടി സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫുൾ ഒരു ആക്ഷൻ പാക്ക് ആണ്. അതിന്റെ ആ ഒരു സ്റ്റോറി ലൈൻ ഫസ്റ്റ് പ്രശ്നം എന്ന് വെച്ചാൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അത്ര കിട്ടിയില്ല. അപ്പൊ ആ ഒരു ഇമ്പാക്ട് നമുക്ക് പലപ്പോഴും വന്നു. പക്ഷെ ഫസ്റ്റ് നമുക്ക് കാന്താര ഫസ്റ്റിനകത്ത് വന്നെന്ന് വെച്ചാൽ നമുക്ക് ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ട്, പക്ഷെ അത് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമുക്കത് കിട്ടി. നമ്മള് ലൈക്ക് പ്രതീക്ഷിച്ച് വന്ന ഒരു കാന്താര എന്ന് പറഞ്ഞ സാധനം നമുക്ക് സെക്കൻഡ് ഹാഫിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. വിശ്വാസം മിത്ത് പരിപാടി, മിത്താണ്, കുറച്ച് വിശ്വാസം, എല്ലാ കാര്യങ്ങളും കൂടെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കുറച്ച് ഒരു ഗൂസ് ബംപ്സ് തരുന്ന സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. എല്ലാ ഓഡിയൻസിനും വർക്ക് ആവോ? എല്ലാ ഓഡിയൻസിനും വർക്ക് ആവുമെന്ന് വെച്ചാൽ ഫസ്റ്റ് കുറെ തവണ ശരിയാണ് ലാഗ് അടിച്ചു, നമ്മൾ നല്ല ലാഗ് അടിച്ചു. ഞാനും ഫോണൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പോരായ്മ സെക്കൻഡ് ഹാഫിൽ നികത്തും എന്നാണ് വിശ്വാസം. തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചു വരുന്ന ആൾക്കാർക്ക് സെക്കൻഡ് ഹാഫ് ഓക്കെയാണ്. ഒരു ഹിസ്റ്റോറിക്കൽ ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ ദൈവങ്ങൾ എങ്ങനെയാണ്, അതായത് കീഴാള ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ ദൈവങ്ങളെ എങ്ങനെയാണ് ബ്രാഹ്മണിക്കൽ സമൂഹം എനിക്കങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല. ഒരു വേറൊരു ബാഹുബലിയായിട്ടാണ് ഫീൽ ചെയ്തത്. ബാഹുബലി ലെവൽ എത്തി, വേണമെങ്കിൽ മേക്കിംഗിലേക്ക് എത്തിയെന്ന്. സ്ക്രിപ്റ്റ് അങ്ങോട്ട് വർക്കായില്ല. എങ്ങനെയാണ്, എന്താണ് നെഗറ്റീവായിട്ട് തോന്നിയത്? നെഗറ്റീവായിട്ട് സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിനകത്ത് നേരത്തെ ആദ്യത്തെ കാന്താരക്കകത്ത് ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ദളിത് വിഭാഗത്തിന്റെ ആ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു എലമെന്റ് ഇതിനകത്ത് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് പോയി കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മേക്കിങ്ങിലും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നത്. ഇന്ത്യൻ സിനിമയുടെ ശനി മാറിയോ? എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, കിണ്ണ സാധനം, കത്തിച്ചു അടിപൊളി. ഋഷഭ് ഷെട്ടി സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫ് ഇന്റർവെല്ലിനും സെക്കൻഡ് ഹാഫിനൊക്കെ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. മേക്കിംഗ് ആണ് ഇതിനകത്ത് മെയിൻ. ക്ലൈമാക്സ് ഒക്കെ തീയ അടിപൊളി, ഒരു രക്ഷയില്ല. ഗുളിക മാത്രമല്ല, ഒരുപാടുണ്ട്, കാണാനുണ്ട് ഒത്തിരി. അടിപൊളി സൂപ്പർ ഓടാ. മിത്ത് പരിപാടി മാത്രം. നേരത്തെ പറയണങ്ങനെ ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് തീ സാധനം, ഒരു രക്ഷയില്ല. പൊളി സാധനം എന്ന് വെച്ചാൽ ഋഷഭ് ഷെട്ടി എന്ന് വെച്ചാല് അഭിനയിച്ച് തകർത്തിരിക്കും, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് കഴിഞ്ഞതിന് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ഒക്കെ അങ്ങനെ എന്ന് വെച്ചാല് പറയാൻ പറ്റത്തില്ല എന്താണ്. അത് തിയേറ്ററിൽ ഒന്ന് കണ്ട് തന്നെ അറിയണം എന്ന് വെച്ചാൽ സീൻസ് ആണ്. പീസാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ഇന്ത്യൻ അപ്പോക്കലിപ്റ്റോ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ഇൻഡസ്ട്രി മാത്രം ഇങ്ങനത്തെ സിനിമകൾ വരുന്നത് എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അമ്മാതിരി ലെവൽ സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഗ്രാഫിക്സ് ഒന്നും ഒരു രക്ഷയില്ല. നമുക്ക് ഒരു സ്ഥലത്ത് ഒരു സെറ്റ് ആണെന്നോ ആർട്ടിഫിഷ്യൽ ആണെന്നോ എന്നുള്ള സാധനം തോന്നത്തില്ല. അമ്മാതിരി ഐറ്റമാണ് പടച്ചു വെച്ചേക്കുന്നത്. ഷുവർ ഷോട്ട് ഹിറ്റ് ആണ്, ബ്ലോക്ക് ബസ്റ്റർ ആണ്. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. നമ്മുടെ ജയറാമൊക്കെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയെ റെപ്രസെന്റ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ട്. മലയാളം ഡബ് ഒക്കെയാണ്, അടിപൊളിയാണ്, നല്ലതാണ്. അടിപൊളിയാണ്. എല്ലാവരും വന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താണ്. ഇന്റർവെല്ലിന് ശേഷമാണ് പടം അടിപൊളി. നിനക്ക് പേടിക്കാനുള്ളതൊക്കെ ഉണ്ടോ? പേടിച്ചു പോയി. കിടില സിനിമ, ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതിൽ പൊളിച്ചടി കിടിലം. സെക്കൻഡ് ഹാഫ് ഒക്കെ തീ ലെവല്. ഋഷഭ് ഷെട്ടിയുടെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി. എല്ലാവർക്കും ഫസ്റ്റ് പാർട്ടിൽ എല്ലാവരും വിശ്വാസം മിത്തൊക്കെ കൂടുതലായതുകൊണ്ട് ഇതെങ്ങനെയാണ്, ഒരു മാസ് കൊമേഴ്ഷ്യൽ പരിപാടിയാണോ? കൊമേഴ്ഷ്യൽ പരിപാടിയിൽ ഒരു ഫോക്ക് ലോർ, ഒരു മിത്തോളജി എല്ലാം കൂടെ ബേസ് ചെയ്തിട്ടുള്ളൊരു, നമുക്ക് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു പ്രീക്വൽ അല്ലേ, പ്രത്യേക മിത്തോളജിയും ഫോക്ക് ലോറും ഒക്കെ വെച്ചിട്ടൊരു ഡിവൈൻ കിടിലം പടമാണ്. ഒരു ഹീറോയിക് പരിവേഷം അതൊക്കെ, സ്ക്രീൻ പ്രസൻസ് ആയാലും ആക്ടിങ് ആയാലും സെക്കൻഡ് ഹാഫ് ഒക്കെ പൊളിച്ചടിക്കുന്നുണ്ട്. എന്നാലും മൊത്തത്തില് കിടിലം പടമാണ്. ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ ചാൻസ് ഉണ്ട്, ഡിവൈൻ ബ്ലോക്ക് ബസ്റ്റർ ആകാൻ ചാൻസ് ഉണ്ട്. മിത്ത് എലമെന്റ്സ് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു ഒന്നും ചെയ്തില്ല, അടിപൊളി പടം, നൈസ് മൂവി. പക്ക മാസ് കൊമേഴ്ഷ്യൽ ഐറ്റമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ല പടം. പടം ടോട്ടലി കൊള്ളാം. പിന്നെ എന്നാലും കുറച്ച് കോമഡി ഒരു ഇടയ്ക്ക് ഇതായിട്ട് തോന്നി. അല്ല വേറെ പടം. മലയാളം ഡബ്ബൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഹൈപ്പിൽ നിന്നൊരു മാസ്, കാന്താരുടെ ഹൈപ്പ്, ആ ഒരു മാസം ഉണ്ടല്ലോ, അത്രയും മാസം ഇല്ലായിരുന്നു. ക്ലൈമാക്സ് അനുബന്ധിച്ച് കൊള്ളാം, ഇനിയുണ്ട്.
ഒരു എപ്പിക് പരിപാടിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റിന്റെ അത്ര മാസ് ഇല്ല, സ്റ്റോറിയാണ് കൂടുതൽ. ഓക്കെ, അതിന്റെ ഒരു സ്റ്റോറിയും ഡെവലപ്മെന്റും ഒക്കെയാണ്. ഇനിയുണ്ട്, കഥ ഇനിയുണ്ട്. ഇതിലും കൂടുതൽ ആ ഒരു വിശ്വാസം മിത്ത് പരിപാടികളായിട്ടാണോ ഫോളോ ചെയ്തേക്കുന്നത്? മിത്ത്, കുറച്ച് ഹിസ്റ്ററി, കുറച്ച് ഓൾട്ടർനേറ്റീവ് മിത്ത്, പിന്നെ കുറച്ച് ദൈവസങ്കല്പം, ഹിന്ദു കൾച്ചർ, കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ പരിപാടികളൊക്കെ എല്ലാവർക്കും വർക്കാവുന്നതാണോ? കൊമേഴ്സ്യൽ കുഴപ്പമില്ല. ഭയങ്കര ഭീകരമായ ഒരു ഇതില്ല. ഓക്കെ, നമ്മള് സ്ലോ ആണ്, കുറച്ച് ലാഗ് ഉണ്ട്, പിന്നെ കുറച്ച് സീന് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ ടൈം എടുക്കുന്നോ? സ്റ്റോറിയില് പുതിയതായിട്ടൊന്നും ഇല്ല നമുക്ക്. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ അഭിനയമൊക്കെ നല്ല നന്നായിട്ട് പ്രൊഡക്ട് ചെയ്യാം. നമുക്ക് എന്തോ ഇനി അങ്ങോട്ടുള്ള അടുത്ത സീൻ എന്താണെന്ന് പ്രൊഡക്ട് ചെയ്യാം, അതൊക്കെ ഉള്ളു. ഫസ്റ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കാണാനില്ല ബ്രോ. ഫസ്റ്റ് വേറെ ലെവല്, ഇത് അത്രയൊന്നും ഇല്ല. ട്രെയിലർ കണ്ടപ്പോ ഒരു ഭയങ്കര മാസ് ആക്ഷൻ പരിപാടിയൊക്കെ. മാസ് ആക്ഷൻ പരിപാടി ഉണ്ട് ബ്രോ, പക്ഷെ ചെറുതായിട്ടൊക്കെ ഉള്ളു. നമ്മളാ ഫസ്റ്റത്തെ ആ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും കണക്ട് ആവില്ല. ആ സൈഡിലൊക്കെ കണക്ട് ആവും. നമ്മുടെ ആ ഒരു ഇത് പറ്റത്തില്ല ബ്രോ. എല്ലാ ഫസ്റ്റ് പാർട്ടിൽ ഹൈലൈറ്റ് ക്ലൈമാക്സ് ആയിരുന്നു. ഇതിലും അതേപോലത്തെ ക്ലൈമാക്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അടുത്തൊരു പാർട്ടും ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞ അടുത്ത പാർട്ടും ഉണ്ട്. ക്ലൈമാക്സ് കുഴപ്പമില്ല ബ്രോ, കണ്ടോണ്ടിരിക്കുക. നമുക്ക് ആ ഒരു ഇതില് വലിയ ഹൈപ്പ് വെച്ച് കാണണ്ട, നമുക്ക് നോർമൽ ഒരു പടം ആ രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ, ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മുടക്കിയതൊന്നും കാണാനില്ല. ഉണ്ട് ബ്രോ, കണ്ടോണ്ട് ആവറേജ് അത്രേ ഉള്ളു ബ്രോ. ഫസ്റ്റ് അത്രയൊന്നും നമുക്ക് പറ്റും. കിടിലം പടം, കിടിലം സാധനം. അതായത് നമ്മളെ എക്സ്പെക്ട് ചെയ്തതിന്റെ 100% ഉണ്ട്. ഒരു സാധനം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പക്കായിട്ട് ക്രാഫ്റ്റ് ചെയ്തേക്കുന്നു. പടം ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ്. ഒരു ഭക്തിസാന്ദ്രമായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ, അങ്ങനെ പറയാനുണ്ടോ? തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസിനായിട്ട് മാത്രം നമുക്ക് ടിക്കറ്റ് എടുക്കാം. പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല. എങ്ങനെ ഇത് ഇങ്ങനെ സംവിധാനവും പെർഫോമൻസും ചെയ്തെന്നുള്ളത് നമുക്ക് ഗുളികൻ എഫക്റ്റ് കിട്ടി. കിടിലം സാധനം, ഒരു രക്ഷയില്ല. അതായത് ആദ്യമേ ഒരു ചെറിയ കുറച്ച് ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും, അത് ആ കഥയിലോട്ട് വരുന്നതാ. പക്ഷെ അതങ്ങോട്ട് കഴിഞ്ഞ് ആ ഇന്റർവെല്ല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആ പെർഫോമൻസ് ഒക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തു. ക്ലൈമാക്സ് പോലത്തെ തുള്ളൽ പരിപാടി അതൊക്കെ എല്ലാം ഉണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഫസ്റ്റ് നമുക്ക് കാണുന്നതിന്റെ ഒരു ഇരട്ടി പഞ്ച് എഫക്റ്റ് നമുക്ക് കിട്ടും. കിഡിലായിട്ട് എടുത്തു. അടുത്ത പാട്ടിനേക്കുള്ള ഹൈപ്പിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. അടുത്ത പാട്ടിലുള്ള ഹൈപ്പിലുണ്ട്. പെർഫോമൻസ് ആണ് എടുത്തു പറയണ്ട, ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന കാശിന് മലയാളം ഡബ്ബൊക്കെ ഡീസന്റ് ആണ്, പക്കയായിട്ട് എല്ലാം. ഡബിങ്, അതുപോലെ തന്നെ ഈ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാം പക്കയായിട്ട്, VFX എല്ലാം പക്കയായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പടം. ലാസ്റ്റ് റിട്ടേൺ ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി തിയേറ്റർ എഴുതി കാണിക്കുമ്പോൾ എല്ലാവരുടെ ഒരു കൈയടിയുണ്ട്. അത് കേൾക്കുന്നതിന് മനസ്സിലായിട്ട് സിനിമ വമ്പൻ ഹിറ്റായെന്ന്. എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. സിനിമ നമുക്ക് എന്താണോ ആവശ്യം, ഒരു ആൾക്കാർ രാവിലെ എന്തിനാ ഉറക്കളച്ച് വന്നാൽ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഋഷഭ് ഷെട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിശയിക്കുന്നത് എങ്ങനെയാണ് പുള്ളി ഇതെല്ലാം കൂടെ ഒരുമിച്ച്. കന്നഡ സിനിമയിൽ ഒരു ബെഞ്ച് മാർക്കാണോ ഇന്ത്യൻ സിനിമയിലോട്ടുള്ള? പിന്നെ തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ സ്പിരിച്വൽ ട്രീറ്റ് ആണ് കൊടുക്കുന്നത്. ആൾക്കാരെല്ലാവരും നമ്മൾ എന്താണ് ഒരു പിന്നെ വായും പൊളിച്ചിരിക്കും എന്താ സംഭവം നടക്കുന്ന അറിയാൻ വേണ്ടി. ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ മറ്റേനെക്കാട്ടിയും ഡബിൾ ഇരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. റിലീജിയസ് അല്ലാത്തവർക്ക് ഒരു മാസ്. പിന്നെ ഉറപ്പായിട്ടും റിലീസ് അല്ല, സ്പിരിച്വൽ എന്ന് പറയുന്നത് നമ്മളെ എന്താണ്, നമ്മളെ ഒരു കൊട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് വരുന്ന ഒരു പ്രകമ്പനം ഉണ്ടല്ലോ, അതുള്ളും അങ്ങനെ എഫക്റ്റ് ആണ് തിയേറ്റർ ഉണ്ടാക്കി ഒരുക്കി വെച്ചിരിക്കുന്നത്. നൈസാണ്, ഡിവൈൻ ബ്ലോക്ക് ബസ്റ്റർ സെറ്റ്. ഓക്കെ.